ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഏഷ്യൻ ആനയെക്കുറിച്ചാണ്. ഏഷ്യൻ ആനകൾ എലഫസ് ഇനത്തിൽപ്പെട്ടതാണ്. ഇവയുടെ സ്പീഷീസ് മാക്സിമസ് ആണ്. എലിഫന്റിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാണ് ഏഷ്യൻ ആനകൾ. ആഫ്രിക്കൻ ആനകളുടെ എണ്ണത്തിൻ്റെ 10% കുറവാണ് ഏഷ്യൻ ആനകൾ. അതായത് ഏകദേശം 40,000 എണ്ണമുണ്ടെന്നാണ് ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നത്. ഏഷ്യൻ ആനകൾക്ക് നിരവധി ഉപഗണങ്ങളുണ്ട്. പൊതുവിൽ ഏഷ്യൻ ആനകൾ ആഫ്രിക്കൻ ബുഷ് ആനകളെക്കാൾ ചെറുതായിരിക്കും. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുള്ള പോലെ ചെറിയ ചെവികളുള്ള ഈ ആനകളിൽ ആണാനകൾക്ക് മാത്രമാണ് കൊമ്പുകൾ ഉള്ളത്. ആഫ്രിക്കൻ ആനകൾക്കില്ലാത്ത ഒരു പ്രത്യേകതയായ വെളുത്ത പാടുകളും ഏഷ്യൻ ആനകളെ ആഫ്രിക്കൻ ആനകളിൽ നിന്ന് വേർതിരിച്ച് അറിയാൻ സഹായകമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ കരമൃഗവും ലോകത്തിലെ രണ്ടാമത്തെ വലിയ ആനയുമാണ് ഏഷ്യാറ്റിക് ആന. ഒറ്റ വിരൽ പോലുള്ള പ്രക്രിയയിലുള്ള നീളമുള്ള തുമ്പിക്കൈ, പുരുഷന്മാരിൽ വലിയ കൊമ്പുകൾ, വശങ്ങളിലായി മടക്കിയ വലിയ ചെവികൾ, തുമ്പിക്കൈയിലോ ചെവികളിലോ കഴുത്തിലോ ഭാഗികമായി നിറം മങ്ങിയ ചുളിവുകളുള്ള ചാരനിറത്തിലുള്ള ചർമ്മം എന്നിവയാണ് ഇതിൻ്റെ സവിശേഷത. പ്രായപൂർത്തിയായ ആണാനകൾക്ക് ശരാശരി 4 ടൺ ഭാരവും പെണ്ണാനകൾക്ക് 2.7 ടൺ ഭാരവുമുണ്ട്. ഇതിന് വലുതും നന്നായി വികസിപ്പിച്ചതുമായ തലച്ചോറിൻ്റെ ഒരു നിയ കോർട്ടക്സ് ഉണ്ട്. ദുഃഖം, പഠനം, ആശംസ എന്നിവയുമായി ബന്ധപ്പെട്ട പെരുമാറ്റങ്ങൾ പ്രകടിപ്പിക്കാൻ ഇവർക്ക് കഴിയുന്നു. 3 ഉപജാതികളെ തിരിച്ച് അറിഞ്ഞിട്ടുണ്ട്. എം മാക്സിമസ്, എം ഇൻഡിക്കസ്, എം സുമാട്രാനസ് എന്നിവയാണ് അവ. ഏഷ്യൻ ആനകൾ ഇന്ത്യൻ ഭൂഖണ്ഡത്തിലും തെക്ക് കിഴക്കൻ ഏഷ്യയിലും പടിഞ്ഞാറൻ ഇന്ത്യ മുതൽ കിഴക്ക് ബോർണിയോ വരെയും വടക്ക് നേപ്പാൾ മുതൽ തെക്ക് സുമാത്ര വരെയും കാണപ്പെടുന്നു. പുൽമേടുകൾ, ഉഷ്ണമേഖല നിത്യഹരിതവനങ്ങൾ, അർദ്ധ നിത്യഹരിതവനങ്ങൾ, ഈർപ്പമുള്ള ഇലപ്പൊഴിയും വനങ്ങൾ, വരണ്ട ഇലപ്പൊഴിയും വനങ്ങൾ, വരണ്ട മുള്ളുവനങ്ങൾ എന്നിവിടങ്ങളിൽ ഇത് പതിവായി വസിക്കുന്നു. ഈ ആനകൾ സസ്യഭുക്കാണ്. പ്രതിദിനം ഏകദേശം 15 കിലോഗ്രാം സസ്യങ്ങൾ ഭക്ഷിക്കുന്നു. പെണ്ണാനകളും കുട്ടികളും ഗ്രൂപ്പുകളായി മാറുന്നു. അതേസമയം കൊമ്പനാനകൾ ഒറ്റയ്ക്ക് തുടരുന്നു, അല്ലെങ്കിൽ മറ്റ് ആൺ ആനകളുമായി ബാച്ചലർ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു. പ്രജനന സമയത്ത് ആണാനകൾ താൽക്കാലികമായി ഇണചേരാൻ പെൺഗ്രൂപ്പുകളിൽ ചേരുന്നു. കാട്ട് ഏഷ്യൻ ആനകൾ ഏകദേശം 60 വയസ്സ് വരെ ജീവിക്കുന്നു. അർദ്ധ പ്രകൃതിദത്ത ചുറ്റുപാടുകളിൽ സൂക്ഷിക്കുമ്പോൾ പെണ്ണാനകൾ 60 വയസ്സിന് മുകളിൽ ജീവിച്ചതായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഏഷ്യൻ ആനകൾ തടവിൽ വളരെ ചെറുപ്പത്തിൽ മരിക്കുന്നു. ജനനനിരക്കും ഉയർന്ന മരണനിരക്കും കാരണം തടവിൽ ഉള്ളവരുടെ എണ്ണം കുറയുന്നു. 1986 മുതൽ ഏഷ്യൻ ആനകളെ IUCN റെഡ് ലിസ്റ്റിൽ വംശനാശ ഭീഷണി നേരിടുന്നവയായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവാസ വ്യവസ്ഥയുടെ നഷ്ടം, ആവാസ വ്യവസ്ഥയുടെ തകർച്ച, വിഘടനം, വേട്ടയാടൽ എന്നിവയാണ് പ്രധാനമായും ഇവയ്ക്ക് ഭീഷണി നേരിടുന്നത്. ഇന്നത്തെ വീഡിയോ എവിടെ നിർത്തുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.